കാറ്റിലാടുന്ന കൊടിയെക്കുറിച്ചാണ് രണ്ടു പേരുടെയും തർക്കം. കൊടിയാണ് ചലിക്കുന്നതെന്ന് ഒരാൾ, കൊടിയല്ല കാറ്റാണ് ചലിക്കുന്നതെന്ന് രണ്ടാമൻ. പ്രിയമുള്ളവരെ, ഒരാളുടെ നിലവാരം അളക്കാൻ അയാൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്ന വിഷയം ഏതെന്ന് നോക്കിയാൽ മതി. ഇഷ്ടവിഷയങ്ങളിലോ അറിവില്ലാത്ത വിഷയങ്ങളിലോ ആയിരിക്കും മിക്കപ്പോഴും വാദപ്രതിവാദങ്ങൾ നടക്കുക. സ്വന്തം അറിവില്ലായ്മയുടെ പൊട്ടക്കിണറ്റിലേക്ക് മറ്റുള്ളവരെ കൂടി വലിച്ചിടുന്നതാണ് പലപ്പോഴും വാദപ്രതിവാദങ്ങളിൽ സംഭവിക്കുക. താൻ ശരിയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ അപരൻ തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണ് അധികവും. വാദത്തിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ വാദത്തിനൊടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. ഓരോ തർക്കവും അവസാനിക്കുന്നത് തർക്കത്തിൽ ഏർപ്പെടുന്നവരുമായുള്ള ബന്ധം തകർത്തുകൊണ്ടാണെങ്കിൽ തർക്കത്തിൽ വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്താണ് ശരി എന്നതിനേക്കാൾ ആരാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തർക്കങ്ങൾ ദുരുദ്ദേശപരമാകുന്നത്. വാദിച്ചു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ വാദിക്കുന്ന വിഷയമാണ് പ്രധാനമെങ്കിലും വാദം തുടരുമ്പോൾ എതിരാളിയെ തകർക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും വൈകാരികതയും അപക്വമായ നിലപാടുകളുമാണ് ഒട്ടുമിക്ക ചാനലുകൾ പോലും കാണുന്നത്. താനാണ് ശരിയെന്ന വാദത്തിൽ മുറുകെ പിടിച്ച് മുന്നേറുന്നവരുടെ ഒച്ചപ്പാടാണ് വിഷയത്തെക്കാൾ വാദപ്രതിവാദത്തെ അർത്ഥശൂന്യമായ കലാപങ്ങളാക്കുന്നത്.